2024 ഫെബ്രുവരി മാസം കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് ഒരു അതിഥി വന്നു. പക്ഷേ ആ അതിഥി ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മഹത്തായ നിമിഷം സമ്മാനിച്ചാണ് കളം വിട്ടത്. സംശയിക്കേണ്ട, പറഞ്ഞു വരുന്നത് അയാളെക്കുറിച്ച് തന്നെയാണ്. കൊടുമൺ പോറ്റി. കംപ്ലീറ്റ് ആക്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന നടന് സ്വപ്നത്തിൽ പോലും സാധ്യമാകാത്ത കഥാപാത്രത്തിലേക്കുള്ള പരകായ പ്രവേശം ഒരു പൂപ്പറിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ആ മഹാനടൻ തിരശ്ശീലയിൽ എത്തിച്ചത്. എല്ലാ തവണയും മമ്മൂട്ടിയെ തടയാൻ 100 കാരണം കണ്ടെത്തുന്ന വർഗീയ ഭരണകൂടത്തിന്റെ വിനീത വിധേയരായ ജൂറി അംഗങ്ങൾ ഇപ്പോൾ തലപുകഞ്ഞ് ആലോചിക്കുന്നത് ഇത്തവണ അയാൾക്ക് മുന്നിൽ ആരെ നിർത്തുമെന്നായിരിക്കും. നൻപകൽ നേരത്ത് മയക്കമെന്ന അവിസ്മരണീയ കഥാപാത്രത്തിന് അർഹിച്ച അംഗീകാരം കൊടുക്കാൻ മനസ്സില്ലാത്ത രാഷ്ട്രീയ ഹിജടകളായ ജൂറി അംഗങ്ങൾ ഇത്തവണയും എന്തെങ്കിലുമൊക്കെ കൊസറാക്കൊള്ളി വിദ്യകൾ കാണിച്ച് അയാളെ പൂട്ടാൻ 18 അടവും നോക്കും. പക്ഷേ ഇത്തവണ ആ പൂട്ട് അയാൾ പൊട്ടിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ലോക സിനിമ പോലും പഠനത്തിന് വിധേയമാക്കിയ ആ അഭിനയ പാടവത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ അവർക്ക് ആകുമോ? രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് വെറും 3 കേന്ദ്ര കഥാപാത്രം മാത്രമുള്ള സിനിമ പ്രേക്ഷകരെ 2 മണിക്കൂർ തിയേറ്ററിൽ പിടിച്ച് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഒറ്റയാൾ പ്രകടനം കൊണ്ട് മാത്രമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഫാഷന്റെ അങ്ങേയറ്റം പയറ്റി ട്രെൻഡിങ് ആവാറുള്ള ആ മനുഷ്യൻ ഏച്ചുകെട്ടലുകൾ ഇല്ലാത്ത പടുവൃദ്ധനായി ഒറ്റമുണ്ടും എടുത്ത് നടന്നു കയറിയത് ചരിത്രത്തിലേക്കായിരുന്നു. കൊടുമൺ പോറ്റിക്കും മുകളിൽ ഒന്നിനെ വെക്കാൻ ഇന്ത്യൻ സിനിമയിൽ ഇന്ന് ഒരു നടനും സാധ്യമാവില്ല എന്ന് തീർത്ത് പറയാം. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ചാത്തനും മറുതയും ഒക്കെ കൊടികുത്തി വാണ ഒരു മനയിലെ കഥ പറഞ്ഞ സിനിമ പുറത്തിറങ്ങിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആയിരുന്നിട്ട് കൂടി ആളുകൾ 2 കൈയും നീട്ടി അത് സ്വീകരിച്ചു. ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ കൊടുമൺ പോറ്റിയെ അനുകരിക്കാൻ ശ്രമിച്ച ടിനി ടോം ഏറ്റുവാങ്ങിയ ട്രോളുകളെ കുറിച്ച് നമുക്കറിയാം. ഹാസ്യത്തിന് വേണ്ടി പോലും ആ വേഷം അനുകരിക്കാൻ ഇനി ആരും ധൈര്യപ്പെടില്ല. 2024 മികച്ച പ്രകടനങ്ങളിലേക്ക് വരുമ്പോൾ കിഷ്കിന്ധ കാണ്ഡത്തിലെ വിജയരാഘവന്റെ കഥാപാത്രം, പൃഥ്വിരാജിന്റെ ആടുജീവിതം ലെവൽ ക്രോസിലെ ആസിഫ് അലി, ARMലെ ടൊവിനോയുടെ കഥാപാത്രം എന്നിവ മാത്രമാണ് അല്പമെങ്കിലും വെല്ലുവിളികൾ ഉയർത്തുന്നത്. പക്ഷേ കൊടുമൺ പോറ്റിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കാർക്കുമാകില്ല. പിന്നെ മറ്റു ഭാഷകളിലേക്ക് പോവുകയാണെങ്കിൽ ഹിന്ദി സിനിമ മഹാരാജയിൽ അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാൻ, തമിഴ് സിനിമ മഹാരാജയിലെ വിജയ് സേതുപതി, മൈതാനിലെ അജയ് ദേവഗൻ, ചന്തു ചാമ്പ്യനിലെ കാർത്തിക് ആര്യന്റെ പ്രകടനം, ശ്രീകാന്തിലെ രാജ്കുമാർ റാവുവിന്റെ പ്രകടനം, ഹിൽ എന്ന സിനിമയിലെ പുതുമുഖം രാഘവ് ജുയാൽ, അമർ സിംഗ് ചംകീലയിലെ ദിൽജിത്ത് ദൊസാഞ്ചിന്റെ പ്രകടനം, പെർഫെക്റ്റ് കപ്പിളിലെ ഇഷാർ ഖത്താർ, ജിംഗ്രയിലെ ദേവാങ് റൈന, ബാഡ് ന്യൂസിലെ വിക്കി കൗശൽ, പുഷ്പയിലെ അല്ലു അർജുൻ, ഇങ്ങനെ മമ്മൂട്ടിക്കെതിരെ പല ലാപ്പുകളിലായി എത്താൻ സാധ്യതയുള്ള നടന്മാരുടെ ലിസ്റ്റ് ഇനിയും നീളുമെങ്കിലും ഈ പ്രകടനങ്ങൾ ഒന്നും മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിക്ക് മുന്നിൽ ഒന്നുമല്ലാതായി തീരും. ഇത്തവണയെങ്കിലും നിഷ്പക്ഷതയോടുകൂടി സ്വജനപക്ഷപാതമോ വർഗീയതയോ ഇല്ലാതെ ജൂറി അംഗങ്ങൾ അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് മമ്മൂട്ടിയുടെ കൈകളിൽ തന്നെ എത്തിച്ചേരും. BJP എല്ലായിരുന്നു കേന്ദ്രത്തിലെങ്കിൽ മമ്മൂട്ടിയുടെ ദേശീയ അവാർഡുകളുടെ എണ്ണം ചുരുങ്ങിയത് 5 മുകളിൽ എത്തേണ്ട സമയം എന്നോ അതിക്രമിച്ചു കഴിഞ്ഞു. മതത്തിന്റെ പേരിൽ ഇത്രയധികം വേട്ടയാടപ്പെട്ട ഒരു കലാകാരൻ അത് മമ്മൂട്ടി മാത്രമായിരിക്കും. പക്ഷേ അർഹിച്ച അംഗീകാരങ്ങൾ ഓരോന്നായി തട്ടിത്തെറിപ്പിക്കപ്പെടുമ്പോഴും പരാതിയോ പരിഭവങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ തന്റെ പ്രൊഫഷനിൽ പൂർണ്ണമായും ഫോക്കസ് ചെയ്ത് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. മതത്തിന് അതീതമായി തന്റെ സഹപ്രവർത്തകരെ അയാൾ ചേർത്ത് പിടിച്ചു. അവർക്ക് പലപ്പോഴും താങ്ങും തണലുമായി മാറിയ അദ്ദേഹം അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക വരെ ചെയ്തു. പക്ഷെ ഇന്നും അയാൾ വേട്ടയാടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. 2024 സിനിമകൾക്കുള്ള ദേശീയ അവാർഡ് പ്രഖ്യാപനത്തോടു കൂടി അത് ഒരിക്കൽ കൂടി മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. മമ്മൂട്ടിക്ക് ജനങ്ങളുടെ അവാർഡ് ഉണ്ടല്ലോ എന്ന് പറയുന്നവരോട് ജനങ്ങളുടെ അവാർഡ് അത് ഒരിക്കലും ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയില്ല എന്നുകൂടി ഓർക്കണം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.